اللهم بحقهم وبفضلهم لديك نسألك أن يسرهم الظاهرية والباطنية والجبارية والروحانية. اللهم أنزل فينا وفي شأننا وفي شأننا وفي شرابنا وفي طاعتنا وفي أمرنا خاصة وفي سائر أمورنا فنحن المسلمين بفضلهم وبفضلهم وبشرفهم وبكراماتهم لديك. اللهم ارفع عنا وعنهم كل بلاء مصيبة. اللهم لا تزغ بلاءنا لا تردنا إلينا خائبين فإنا عليك الضعفاء والمبتلى يا سيد يا الله. اللهم وفقنا يا رب العالمين بالخير والعافية والسلامة. اللهم اجعل آخر كلامنا وكلامهم بقول لا إله إلا الله. യുവജന സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന അഹ്ലുസുന്നയുടെ അദ്വൈതത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലൊട്ടാകെ സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും മഹാപണ്ഡിതരുമായ പേരൊരദ്രാമസ്വാമി അവർ നമുക്കിന്ന് ഇവിടെ ഈ സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആചാര്യങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 2-3 ദിവസമായി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 3 ദിവസമായി പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് ആദ്യം കിട്ടിയത്. അല്ലാഹു അതിന് മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും താലിമീങ്ങൾക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജാഹിദ് പ്രവർത്തകരുടെ എല്ലാ ആശയങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിരാണെന്ന് ഇവിടെ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതോടുകൂടി തന്നെ ഇത് 3-ാമത്തെ വേദിയാണെങ്കിലും സംവാദമാക്കാനും കൂടി ഞങ്ങൾ തയ്യാറാണ്. മുജാഹിദ് സഹോദരന്മാരെ ഇവിടെ പ്രചരിപ്പിക്കുന്ന അവരുടെ പത്രങ്ങളിലായിട്ടും അവരുടെ പ്രസംഗങ്ങളിലായിട്ടും പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിരാണ് എന്ന് സമർപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ തയ്യാറാണ്. അതോടുകൂടി തന്നെ തിരിച്ച് അവരുടെ ആശയങ്ങളെല്ലാം അവർ പ്രചരിപ്പിക്കുന്ന അവർ പ്രസംഗിക്കുന്ന ആശയങ്ങളെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് യോജിച്ചതാണ് എന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അവരെ ഈ വേദിയിൽ ചോദ്യം ചോദിക്കാനും ആ ചോദ്യങ്ങൾ തന്നെ സമ്മർദ്ദമാക്കി മാറ്റാനും തയ്യാറാണെന്ന് ആദ്യമായിട്ട് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അറിയിക്കുകയാണ്. മാനമൂല്യതകൾ പോലുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിക്കൊണ്ട്
എടുത്ത് മുന്നിൽ വെക്കുന്നുണ്ട്. മാലയിൽ ഓരോ വഴികൾ വായിച്ചുകൊണ്ട്, മൗലിയിൽ ഓരോ വഴികൾ വായിച്ചുകൊണ്ട് ഇവർക്കെല്ലാം കെട്ടുകഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവിക ചരിത്രമായ പൂർവികരുടെ മാതൃകയിൽ വന്നതായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ അടർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വിഭാഗക്കാരെ രംഗത്ത് വന്നിട്ടുള്ളത്. അവരെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് കെട്ടുകഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതുപോലെ തന്നെ സൃഷ്ടിക്കുകയില്ല എന്ന പുതുപ്പിക്കാൻ ഹദീസിനെ എടുത്തുകൊണ്ട് അത് ഒരു മിനിറ്റിനെ യോജിപ്പിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. അതുപോലെ തങ്ങളുടെ പേരിൽ ആദം അലിഹിത്തരം സ്വലാത്തിലേക്കുണ്ട് മഹാറോഗ്യക്ക് മകളായിട്ട് ആ അലിഖ്യനായ സ്വലാത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ കാണാം. ആ റിപ്പോർട്ടുകളെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനകൾ തെറ്റാണ്, മൗലികകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഭാഗം ആക്ഷേപിക്കുകയാണ്. എന്നതുപോലെ തന്നെ ജനിച്ചതായ അവസരത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുകയുണ്ടായി. ആ അത്ഭുതങ്ങളെല്ലാം പരിശുദ്ധമായ യാതൊരു വിധത്തിലും ഒരു വിഷയങ്ങളിലും ഒരു പരിചയമില്ലാത്തതായ വിഭാഗം മൗലിക കിതാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിട്ട് അവർ മുഴുവനും സത്യത്തിനോട് നിരക്കാത്തതാണ്, ഒരു നിലയ്ക്കും തന്നെ സ്വീകരിക്കാൻ പറ്റുകയില്ല, കെട്ടുകയാണ് എന്നതും എന്നും വർഷം മുമ്പുള്ളതായ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചതായ മൗലിക കിതാബുകളെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമാണ്. അവരെ തടിയെല്ലാം പലകാലത്താകാതെ അംഗീകരിക്കുക സംഗീതം തീർത്തോവർ എന്നതിലൂടെയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരുടെ ശരീരം വ്യത്യസ്ത സ്ഥാനങ്ങളിലേക്ക് 40ഓളം വ്യക്തികൾ നോമ്പ് മുറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ശ്രമിച്ചപ്പോൾ ആ 40 വീടുകളിലും അദ്ദേഹം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരേ സമയത്തേക്ക് നോമ്പ് മുറിക്കുകയുണ്ടായി. ഈ വയസ്സെടുത്ത് നോക്കിയിട്ടവർ പറയും, എങ്ങനെയാണ് ഒരു മനുഷ്യന് 40 ശരീരം ഉണ്ടാകുന്നത്? ഒരു വ്യക്തിക്ക് 40 ശരീരം എങ്ങനെയുണ്ടാകും എന്ന് സംശയം തിരിച്ചിട്ടുകൊണ്ടിട്ട് അവർ മുഖ്യമാരെ ശരിയാക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക. ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഹദീസായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു സഹാബി വരുന്ന സമയത്തെല്ലാം തന്നോടൊപ്പം തന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ആ സ്വഹാബിയോട് ചോദിക്കുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി ഒറ്റയ്ക്ക് വരുന്നു, ഒപ്പം തന്റെ പുത്രനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനിമ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായി ഇറങ്ങിയ മഹത്തായ പ്രാസ്ഥാനിക വേദിയിലൂടെ ഇസ്ലാമിക ആശയങ്ങളിൽ അഖിലസുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ സംശയ നിവാരണത്തിനും സർവോപരി ആ അഖിലസുന്നത്തുൽ ജമാഅത്തിനെ കവലകൾ തോറും ആക്ഷേപിക്കാൻ പുതുതായി കച്ചകെട്ടി ഇറങ്ങിയ ഒരു വിഭാഗം ആളുകളുടെ പ്രചരണങ്ങളിൽ കുടുങ്ങിയവർക്ക് അവരുടെ ആശയങ്ങൾ സമർപ്പിച്ച് ഫേസ് ടു ഫേസായി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ മഹത്തായ ആശയത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാനുമുള്ള തുറന്ന വേദിയാണ് ഈ മഹത്തായ മുഖാമുഖം വേദി എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലെങ്കിൽ ഇസ്ലാമിക് കോംപ്ലക്സ് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിട്ട് സമൂഹത്തിൽ അങ്ങനൊരു വളരെ വ്യക്തമായി സ്വാഭാവികമായി അവർക്കുണ്ടായ പതനത്തിൽ നിന്ന് മുക്തി നേടാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി തുഴയെടുക്കുന്നു. സമാധാനപരമായ ശൈലിയിലൂടെ വ്യക്തമായി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ ലഭിച്ച മറുപടിയിൽ
എന്തെങ്കിലും ഖണ്ഡനങ്ങളുണ്ടെങ്കിൽ അഥവാ അതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സുഗമമായ നടത്തിപ്പിൽ നിങ്ങളെല്ലാവരും സഹകരിക്കേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായി മുന്നോട്ട് വന്ന് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ സംശയ നിവാരണത്തിന് അതിന്റെ ശൈലി പഠിക്കാനുള്ള ശൈലി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരാൾക്ക് നല്ലതുപോലെ എന്റെ പ്രസ്ഥാനം സമർപ്പിക്കാൻ കഴിയുമെന്ന് പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. നക്കലുകളും ഉദ്ധരണികളും ബുദ്ധിപരമായ അതിന്റെ തെളിവുകളും എല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കവേ ഒരാളിന്റെ ചോദ്യം ചെറിയൊരു ചെരിഞ്ഞതാണെങ്കിൽ, ഒരു കസറത്തിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പുതിയ പ്രസ്ഥാനക്കാർ ചോദിക്കുന്ന ചോദ്യമെല്ലാം അങ്ങനെയാണെന്നല്ല, മറിച്ച് ആ ചോദ്യകർത്താവിന്റെ മാനസികാവസ്ഥക്കനുസരിച്ച് എന്ന് ധരിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. അങ്ങനെ എല്ലാ തെളിവുകളും ഉദ്ധരിച്ച് തന്നെയാണ് സർവ്വ മറുപടികളും. هدوا إلى الطيب من القول وهدوا إلى صراط الحميد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നിയമങ്ങൾ ഏറ്റുവാങ്ങുക എന്ന സ്വഭാവം പ്രകൃതി നമ്മിലില്ല. സഹോദരന്മാരെ, കേവലം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പ്രവാചകനെ അവതരിപ്പിച്ച് മാത്രം അവർ നിർത്തിയില്ല എന്നതല്ല. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആദർശപ്രകാരം ഒരു മുസ്ലിം പോലുമാകാൻ വഹാബി പ്രസ്ഥാനം അനുവദിക്കുന്നില്ല എന്നതാണ് ശരി. അതിന്റെ വ്യക്തമായ രേഖയാണ് നിങ്ങളുടെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച രേഖകളിൽ ഈ കാണുന്ന ഒന്ന്. ഇത് 1988 ഫെബ്രുവരി മാസം 19 ഇറങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബാബ് വാരിക. ശബാബ് വാരിക എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രത്യക്ഷത്തിൽ രണ്ടായി, പരോക്ഷമായി 4 പൊട്ടിപ്പിളർന്ന ഒരു പ്രസ്ഥാനമാണ്. ആദർശ രംഗത്താണ്, സംഘടനാ രംഗത്തല്ല, സംഘടനയുടെ വിഷയത്തിലല്ല, സംഘടനാപരമായ ഭിന്നതകളല്ല, കൊടിയുടെ നിറം എങ്ങനെയാകണമെന്ന കാര്യത്തിലല്ല, കൊടിയിൽ കുപ്പയുണ്ടാകണോ, കുപ്പ പച്ചക്കുപ്പയാണോ നീലക്കുപ്പയാണോ എന്ന വിഷയത്തിലൊന്നുമല്ല. പിന്നെ അവരുള്ള തർക്കം നിങ്ങൾ മുസ്ലിമാണോ, ഞങ്ങൾ മുസ്ലിമാണോ, അപ്പുറത്തും ഇപ്പുറത്തും ഇസ്ലാമാണോ മുസ്ലിമാണോ എന്ന രൂപത്തിലുള്ള തർക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പൊട്ടിപ്പിളരുന്നതിന്റെ മുമ്പ്, ഈ പിളർപ്പ് ഉണ്ടാകുന്നതിന്റെ മുന്നേ തന്നെ അവരുടെ സംസ്ഥാന നേതാവായിരുന്ന ഡോക്ടർ എം ഉസ്മാൻ, ആ എം ഉസ്മാൻ എഴുതിയ ലേഖനമാണ്, ശബാബ് വാരികയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇന്ന് ശബാബ് വാരിക ഒരു വിഭാഗത്തിന്റെ മുഖപത്രമാണ് എങ്കിൽ മറുവിഭാഗത്തിന്റെ മുഖം കെടുത്തുന്ന പത്രം കൂടിയാണ്. അതങ്ങനെയാണ് ഇപ്പൊ അവരുടെ പത്രങ്ങളുടെ ഒക്കെ സ്വഭാവം അങ്ങനെയാണ്. അൽമനാർ മാസിക അത് ഒരു വിഭാഗത്തിന്റെ മുഖപത്രമാണ് എങ്കിൽ മറുവിഭാഗത്തിന്റെ മുഖം കെടുത്തുന്ന പത്രം കൂടിയാണ്. അതാണ് അവരുടെ ഇന്നുള്ള സ്ഥിതിവിശേഷം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവ് അസാധാരണ പ്രകൃതിയുള്ള മനുഷ്യനാണ് എന്ന് വല്ലവനും പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പുറത്തു പോകുന്നു എന്നാണ്. പ്രവാചകനെ അസാധാരണ പ്രകൃതിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പുറത്തു പോകും എന്ന് വളരെ വ്യക്തമായും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ശബാബ് വാരികയിൽ നീണ്ട ലേഖനത്തിൽ മുസ്ലിം ജനങ്ങളുടെ മുന്നിൽ അവർ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരൊറ്റ വിഷയം മാത്രം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണക്കാരനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിരുന്നത് ആരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ രൂപീകരിക്കപ്പെട്ട ശേഷം അതിന്റെ പ്രവർത്തകരും പണ്ഡിതരും കേരളത്തിലെ ജനങ്ങളോട് ഒരു പുതിയ ആശയവുമായി വന്ന് ഇത് പ്രവാചകൻ അസാധാരണക്കാരൻ. അപ്പൊ ആരാ ഇസ്ലാമിന്റെ പുറത്ത് ആദ്യം പോകേണ്ടത്? ഈ ആശയം പഠിപ്പിച്ചെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അപ്പോൾ ആദർശ രംഗത്ത്, ആശയ രംഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിമാകാൻ അനുവദിക്കാത്ത ഒരു പ്രസ്ഥാനം ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ, നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ആ പ്രസ്ഥാനത്തിന്റെ പേരാകുന്നു വഹാബി പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനം എതിർക്കപ്പെടണോ വേണ്ടയോ എന്ന് ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ. കേവലം ഒരു CD നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ
അല്ലെങ്കിൽ ഒരു കേസറ്റ് നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണ വേദിയിലേക്ക് നമ്മൾ പോയപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്വീകരണം കിട്ടിയപ്പോ എന്നാ കിടക്കട്ടെ ആ പ്രസ്ഥാനം ഇനി മുതൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് വളർന്നു വരുന്നു എന്നതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ ചെന്ന ശേഷമാണ് അപകടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും അവർ ആ പ്രസ്ഥാനത്തിൽ നിന്ന് തലയൂരാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി മാറിക്കിടക്കുന്നു. ഇത് 1959 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ അവരുടെ അൽമനാർ മാസികയാണ്. ഈ അൽമനാർ മാസികയിലൂടെയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവരെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നു, ഇസ്ലാമിൽ ജൂതായിസം കടന്നുകൂടിയിരിക്കും. അവർ പറയുന്നത് അങ്ങനെയാണ്. ഇസ്ലാമിൽ ഒരുപാട് കെട്ടുകഥകളുണ്ട്. പ്രവാചകനെ ദജ്ജാലിന്റെ കഥ പഠിപ്പിച്ചത് തന്നെ ജൂതന്മാരാണെന്ന് പോലും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യകാലക്കാരായ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികൾ അവർ നരകത്തിലാണ്, ജൂതന്മാരെന്നല്ല ഖുർആൻ പറയുന്നത്. അവരെ നല്ല നിലയിൽ പിന്തുടരുന്ന അനുധാവനം ചെയ്യുന്ന ആളുകളും അവരെ പടച്ചവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ പടച്ചവനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് താഴ്വരകളിലൂടെ അരുവി ഒഴുകുന്ന സ്വർഗം പടച്ചവൻ സംവിധാനിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് കടകവിരുദ്ധമായി സ്വഹാബികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ധ്യാനപ്രവർത്തനം നടത്തിയ ജൂതന്മാരാണ് എന്ന് ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഒരുപറ്റമാളുകൾ അവരാണ് നമ്മുടെ ഇടയിൽ ഇസ്ലാമിന്റെ അരിൽ ചേർന്നു നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങൾ ഞങ്ങളുടെ കൈവശമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അവരുടെ തനിനിറം നമുക്ക് വീണ്ടും ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, 1972 ഏപ്രിൽ മാസം ഇറങ്ങിയ സെൻസബിൽ, ഈ സെൻസബിൽ മാസികയിൽ കെ ഉമർ മൗലവി എഴുതുകയുണ്ടായി, കേരളത്തിൽ കുറച്ച് സ്വഹാബികളൊക്കെ വന്നിട്ടുണ്ട്. ശരിയാണ്, കേരളത്തിൽ സ്വഹാബികൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇസ്ലാം അവർ വേണ്ട വിധത്തിൽ പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിക്കേണ്ട വിധത്തിൽ സ്വഹാബത്ത് കേരളത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ പഠിപ്പിച്ചതെന്നുള്ള ചോദ്യം വരുമല്ലോ. സ്വഹാബത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയായ ഇസ്ലാമുമായി കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാകുമല്ലോ. പിന്നെ ഈ ശരിയായ ഇസ്ലാം എപ്പോഴുണ്ടായി, ഈ ശരിയായ മുസ്ലിം എപ്പോഴുണ്ടായി? അതിന്റെ ഉത്തരം വഹാബികളാകുന്ന ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന, അതിന് ചങ്കൂറ്റം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ക്രെഡിറ്റ് വാങ്ങാൻ സ്വഹാബത്തിനെ പോലും പുറംകാല് കൊണ്ട് ചവിട്ടി മാറ്റേണ്ടി വന്നു. ഈ ദുരന്തമാണ് ആ പ്രസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ പ്രസ്ഥാനത്തിലേക്ക് ആദർശ ബന്ധുക്കൾക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരിക്കലും നിവൃത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ തന്നെ MD അബ്ദുറഹ്മാൻ മൗലവിയുടെ ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന് പറയുന്ന പുസ്തകം, ഞാനിത് പറയുന്നത് ഇവരുടെ പുസ്തകം തന്നെ വെച്ചുകൊണ്ട് ഓരോ വിഷയം എടുത്തുദ്ധരിക്കുന്നത്, ആ പ്രസ്ഥാനത്തിലേക്ക് ആദർശ ബന്ധുക്കളായ ഒരുവരും പോലും കടന്നു ചെന്നുകൂടാത്ത വിധം ആദർശ രംഗത്ത് പാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാന്യന് കയറി ചെല്ലാൻ പറ്റാത്ത വിധം നീചത്വവും നികൃഷ്ടതയും നിലനിർത്തുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളാണ് വിശുദ്ധ മതത്തിന്റെ ഋജുവായ വഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോയ ഈ പ്രസ്ഥാനങ്ങളെന്ന് നമുക്കൊക്കെയും ഗ്രഹിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തിൽ സുന്നത്യമാറ്റിന്റെ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾക്കെല്ലാം പ്രവാചകത്തെയും അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹാബത്തിന്റെ 1988 ഡിസംബർ 31 ഇറങ്ങിയ പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം. ഈ മുഖപത്രത്തിലൂടെ മഹാനായ റളിയല്ലാഹുവിനെ കുറിച്ച് സ്ഥാനവകൾ നബുവത്ത് വാദിച്ചുവെന്നും ജനങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനാണ് ഞാനെന്ന് വാദിച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയതാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലെല്ലാവർക്കും തെളിവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ട് വഴി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊന്നും കയറിച്ചെല്ലാൻ പറ്റിയ ഒരു ആദർശ പ്രസ്ഥാനമല്ല ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണിക്കപ്പെടാൻ പറ്റുന്ന ആൾബലത്തോടെ ജീവിക്കുന്ന പ്രസ്ഥാനങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മൊഹീദ്ദീൻ അവരിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്ത ജീലായങ്ങൾ പാടിയതാണെന്ന് പറഞ്ഞ് രണ്ട് വരി ഉദ്ധരിക്കുമ്പോൾ ആ രണ്ട് വരി അങ്ങനെ ഉത്തമ മൗലിക കിതാബെന്ന് പരിശോധിക്കേണ്ടി വരും. അത് നിങ്ങളൊക്കെ വേണമെങ്കിൽ മൗലിക കിതാബ് എടുത്തെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ജീലായങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞതായി എന്താണ് ആ വരി?
അതിന്റെ അർത്ഥം അവർക്ക് തന്നെ പറയാം. അവർ പറയുക, സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചത് മുതൽ ഉപയോഗം അനുഗ്രഹമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അന്ത്യദൈവദൂതനും പ്രഥമ നബിയും. അന്ത്യനബിയും ഞാനാണ്, അന്ത്യനബിയും പ്രഥമ നബിയും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബാധിച്ചു എന്നും അത് സയ്യിദിന്റെ മൗലിദിൽ ഉണ്ട് എന്നും പറയുമ്പോൾ അത് തെളിയിക്കാൻ അവർക്ക് ചങ്കൂറ്റം വേണമായിരുന്നു. പക്ഷേ അതിന് രംഗത്ത് വന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരെയും നേതാവിനെയും ഒരു അമീറിനെയും ലോകാമീറിനെയും കേരള അമീറിനെയും ഇന്ത്യൻ അമീറിനെയും നമുക്ക് പുസ്തകത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹം ലഭിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പുസ്തകത്തിന്റെ 68ാമത്തെ പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇക്കാലത്ത് അവർ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയുണ്ടായി. ഇക്കാലത്ത് അവർ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയുണ്ടായി. അത് എപ്പോഴായിരുന്നു? ഇത് 1318 മുഹറം 8 വൃത്താന്തം 1703 ഏപ്രിൽ 3 ഇവരെ വിജയത്തെ മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. പരിശുദ്ധ മക്കയിൽ അവർ കടക്കുകയാണ്. വിലക്കുകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് എല്ലാം അനുകരിച്ചുകൊണ്ട് അവർ മക്കയിലേക്ക് കടക്കുകയുണ്ടായി. എന്താ മക്കയിൽ കടന്നിട്ട് ചെയ്ത ആദ്യത്തെ സേവനം? എന്താ സേവനം? ഈ കൊലയാളികൾ ചെയ്ത സേവനം എന്തായിരുന്നു? അതിവിടെ വിവരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. പരിപാലനമായ കടലിലുണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നേർച്ചപ്പെട്ടിയില്ലേ, അവിടെ ഉണ്ടായിരുന്ന വഞ്ചി, അവിടെ ഉണ്ടായിരുന്ന നേർച്ചപ്പെട്ടി, ആ നേർച്ചപ്പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നത് വിലപിടിച്ചുള്ള രത്നങ്ങളും നാണയങ്ങളുമായിരുന്നു. ആ നാണയങ്ങൾ അടക്കം ചെയ്തിരുന്ന നേർച്ചപ്പെട്ടി അധീനപ്പെടുത്തി അത് പട്ടാളക്കാർക്ക് ജീവിച്ചുകൊണ്ടു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ കാലമാലയത്തിന്റെ ഒരു കിടന്ന് വർണ്ണ നടത്തിയ കടമ നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ആദർശങ്ങൾക്കും മാന്യതയുള്ള സമൂഹത്തിനും കടമയില്ല. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിയുക എന്ന് ബുദ്ധിയും വിവേകമുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നിട്ടോ ഇതേപോലെ മദീന മനോഹരയിൽ കൈവശപ്പെടുത്തി അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ആവേശത്തോടെ എഴുതി വെക്കുന്നത്, അഭിമാനത്തോടെ എഴുതുന്നത്. മക്കയിൽ മാത്രമല്ല മദീന മനോഹരയിൽ പ്രവേശിച്ചുകൊണ്ടും ചെയ്യിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ലോകത്ത് വന്ന എല്ലാ പുത്തൻ കക്ഷികളും അവരിവിടെ വാദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്താണത്? ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല, ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല. ഈ വാദം അവർ ശക്തമായി ഉന്നയിച്ച ആളുകളായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടപ്പോൾ അബുൽ അല മൗദൂദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം അത് പറയാത്ത വേദികളില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ അൽമനാർ മാസിക നോക്കിയാലും സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് പരസ്യമായി ഒരു പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും. ഇനി ഇറങ്ങാനിരിക്കുന്ന നോക്കിയാൽ അതുണ്ടാകും. അത്രത്തോളമാണ് അവരുടെ സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. സുന്നികളുടെ കാര്യം മഹാപോക്കാൻ. അത് എത്ര വേദനയാണല്ലോ അവർക്കുള്ളത്, ചെറിയ വേദനയൊന്നല്ല. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. എന്നിട്ട് പറയുക എങ്ങോട്ടാ പോക്ക്? നരകത്തിന്റെ നടുവിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുന്നികളെ അഭിമൂത്തത്തിലമോ നിങ്ങൾക്കൊന്ന് മുസ്ലിങ്ങളാകാം ഷഹാദത്ത് കലിമ ചൊല്ലി, എന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അവർ തന്നെ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതങ്ങനെയാണ്. സുന്നത്തിയമായതിന്റെ വഴിയിൽ നിന്ന് വ്യതിചരിച്ച എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഒരു സ്വഭാവമാണ്. അവരെ അംഗീകരിക്കാത്ത ആരുണ്ടോ അവരൊക്കെ ഇസ്ലാമിന്റെ പ്രസ്ഥാനം എന്ന് പറയുക. ഈ പുസ്തകത്തിന്റെ 20ാമത്തെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ആ വിഷയം പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദുർമാർഗത്തിൽ അകപ്പെട്ടു പോയ നിർഭാഗ്യവാന്മാരായ പാവങ്ങളെ ഈ അപകട മാർഗത്തിൽ നിന്നും പിൻവാങ്ങി മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ച സന്മാർഗത്തിലേക്ക് വരികയും അസ്ലിമൂർത്തതിലമോദികൾ മുസ്ലിങ്ങളാകുകയും എന്നാൽ രക്ഷപ്പെടുന്നതാണ്. ജമാഅത്തുകാരൻ ഇവരുടെ ഭാഷയിൽ മുജാഹിദ് പ്രസ്ഥാനം നമ്മെ വിളിക്കുന്നത് നമ്മൾ മുസ്ലിമാകാൻ വേണ്ടിയാണ്. ഷഹാദത്ത് കലിമ ഇതിനെ ചൊല്ലണമെന്നാണ്. അങ്ങനെ എഴുതിയ ഒന്നും രണ്ടുമല്ല, നിരവധി ഉദ്ധരണികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വേഗം നമ്മുടെ ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കുക. ഞാൻ
പറഞ്ഞ ആ വാചകം മാത്രം നമ്മൾ പൂർത്തീകരിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പറഞ്ഞ വാക്ക് മാത്രം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എന്റെ ഉമ്മയും എന്റെ ഉമ്മയും എന്റെ പൂർത്തികളും നാട്ടുകാരുമായ അംഗീകരിച്ച അള്ളാഹുവിന്റെ മതം എനിക്ക് വേണ്ട. ആ മതത്തിൽ നിന്ന് ഞാൻ മാറി ഒരു പുതിയ ജമാഅത്തെ ഇസ്ലാമി ഷഹാദത്ത് കലിമത്തിൽ ഞാൻ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ अपने गर्दन से उतार देगा जो मुझे इस्लाम नहीं मिलती अनंतरമായി ഇസ്ലാമിലേക്ക് ലഭിച്ചു. ആ ഇസ്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് താഴോട്ട് വലിച്ചെറിഞ്ഞ് ഞാൻ ഈ പുതിയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് ഇസ്ലാമിക ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഔദ്യോഗിക പുസ്തകത്തിൽ പരസ്യമായിട്ട് അവരുടെ ഇസ്ലാമിനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ പൂർണ്ണമായി ഇസ്ലാമിക പുറത്തുപോയെന്ന് ദൂരമാരായിരുന്നു പരസ്യമായി എഴുതുകയും അത് അവരുടെ അജണ്ടയായി ഇന്നും പരിശോധിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ ലോകത്തുള്ള മഹാനികളായിരുന്നാലും മുജാഹിദുകളായിരുന്നാലും ജമാഅത്തുകാരായിരുന്നാലും ഏത് പ്രസ്ഥാനങ്ങളായിരുന്നാലും അവരുടെ സ്വഭാവങ്ങൾ ഒന്നാണ്. അല്ലാഹുവിന്റെ മതത്തിൽ ഇപ്രകാരമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ തുടങ്ങി അവരുടെ ആശയങ്ങളും ആവശ്യങ്ങളും ഒന്നുകൂടി ഈ സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഉന്നതമായ ഒരിക്കലും നടന്നു പോയ വഴി ആ വഴി മാത്രമേ നമുക്ക് വളർച്ചയിലേക്ക് വിജയം കൊണ്ടുപോയെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വേണ്ടി ഇത് വളരെ നന്നായി ഫലപ്രദമായ വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എന്റെ വിഷയാവതരണം ഇതോടുകൂടെ അവസാനിപ്പിച്ച് നിർവഹിച്ചു കഴിഞ്ഞു. മിക്കവാറും എല്ലാവരും നിർവഹിക്കാൻ അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഇനി അഗ്നസ്കാരത്തിന് വേണ്ടി പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതി ഈ മഹത്തായ പരിപാടിയിലെ പ്രധാനപ്പെട്ട ഇനമായ സംശയ നിവാരണത്തിന് ഫേസ് ടു ഫേസ് മുഖാമുഖം നേരിടുന്നതിനുള്ള അവസരം ആരംഭിക്കുകയാണ്. ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശ വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾ അതിന്റെ മറുപടി ഗ്രഹിക്കാനായി ചോദിക്കാനും മറുപടി പറയാനുമുള്ള വിവാദ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. അല്ലാതെ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ചോദിക്കാനുള്ള വേദിയല്ല നമ്മുടെ. പഠിക്കാൻ ചോദിക്കുന്നവർക്ക് പഠിക്കാൻ പറഞ്ഞു, ചോദ്യം ചെയ്യുന്നവരെ തിരിച്ചും നമ്മൾ അങ്ങോട്ടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. അത് വേറെ മനസ്സിലാക്കാൻ ചോദ്യകർത്താവിന്റെ നല്ല മനസ്സും മോശമായ മനസ്സും മനസ്സിലാക്കാൻ ലക്ഷണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു. അത് ശമിക്കാൻ വേണ്ടി ദേഷ്യം ശമിച്ചത്. എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം,
എന്നത് മനുഷ്യരൂപത്തിൽ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യങ്ങൾ മുന്നിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ ബഹുമാനത്തോടെ വന്നിരുന്ന് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇങ്ങനെ ചോദ്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുകയും അതിന്റെ മറുപടി പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്. കാരണം ഖിയാമത്ത് നാളെയാണ് മറ്റന്നാളാണ് ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തെ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ വേറെ ഏപ്രിൽ 10 ഖിയാമത്ത് നാളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഏപ്രിൽ 8-9 ആൾക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ 10 വരെ വെച്ച് ചിന്തിക്കാറില്ല. അപ്പൊ ഇന്ന ഡേറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് മനുഷ്യന് അപകടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി ചോദിക്കണം, തെറ്റ് ചോദിക്കണം, എങ്ങനെ മറുപടി പറയണം എന്നത് പഠിപ്പിക്കാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്യുന്നത്. ഇനി ആവശ്യമില്ലാത്ത ചോദ്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി പറഞ്ഞു എന്നതാണ് നിർത്തമുള്ള മാതൃക. ചിലപ്പോൾ മറുപടി കേട്ടാൽ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ നബിയോട് ചോദിക്കും, അയിന നബി എന്റെ ബാപ്പ എവിടെയാണ്? അപ്പൊ മുസ്ലിം ബാപ്പനാണ്. ഒരിക്കൽ ചോദിച്ചു, മൻഹബി എന്റെ ബാപ്പ ആരാണ്? അദ്ദേഹത്തിന്റെ ബാപ്പ ആരാണെന്ന് അഡ്രസ് മനസ്സിലാത്ത പ്രശ്നമേ. അപ്പൊ അബൂക്കല്ലാഹ നിന്റെ ബാപ്പ പിതാവയാണ്. അങ്ങനെ എന്ന് ചോദിക്കപ്പെടുന്ന ചോദ്യകർത്താവിന്റെ കക്ഷി ഏതാണ് എന്ന് മനസ്സിലാക്കി വരും. കാരണം ഒരു യുക്തിവാദിയാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് ഖുർആനായ ചോദിക്കൊണ്ടൊരു കാര്യമില്ല. ഒരു മുജാഹിദവന് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ മധുരമണ്ണുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ചോദിക്കുന്ന വ്യക്തിക്ക് തൃപ്തികരമായ മറുപടി നൽകണമെങ്കിൽ കക്ഷി ഏതാണെന്ന് എന്ന് മനസ്സിലാക്കണം. ആവശ്യമുണ്ടെങ്കിലേ ചോദിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചോദിക്കില്ല. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ആവശ്യകതയൊക്കെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ രാജ്യത്ത് ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം പാർട്ടികളുണ്ട്, നിരവധി മതക്കാരുണ്ട്. എന്നാൽ അവരാരും തന്നെ ഈ ഇരിക്കുന്ന ഹൈദറൂസ് മുസ്ലിയാരും മറ്റ് ആലിമീങ്ങളും അതുപോലെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും മരണപ്പെട്ടുപോയ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കണ്ണീത്ത് ഉസ്താദും അങ്ങനെ കഴിഞ്ഞുപോയ എടപ്പള്ളി ഉസ്താദ് തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ ഈ അടുത്ത് മരണപ്പെട്ടവരും അതിനു മുമ്പ് മരണപ്പെട്ടവരുമുണ്ട്. അവരൊക്കെ അമുസ്ലിമീങ്ങളാണ്, അവിശ്വാസികളാണ്. ഇവരൊക്കെ ബഹുദൈവാരാധകരാണ്, ഇവരൊക്കെ അമുസ്ലിമീങ്ങളാണ് എന്ന് ഇവിടെ ഒരു പാർട്ടിക്കാരനും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ കക്ഷികൾ മുസ്ലിമിന്റെ പേരിൽ ജീവിക്കുന്ന പുത്തൻവാദികൾ മാത്രമാണ്. വേറെ ആരും ഇവിടെ നായനാർക്ക് പാർട്ടി ഉണ്ടായിരുന്നു, കരുണാകരന് പഴയതും പുതിയതുമായ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയുണ്ട്, എ.കെ. ആന്റണിക്ക് പാർട്ടിയുണ്ട്, വാസുദേവൻ നായർക്ക് പാർട്ടിയുണ്ട്, അതുപോലെ പിണറായി വിജയന് പാർട്ടിയുണ്ട്, രാഘവന് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരുപാട് പാർട്ടിയുണ്ട്. അതുപോലെ പല പാർട്ടികളുണ്ട്, ഒരൊറ്റ പാർട്ടിക്കലും. അതുപോലെ ഹിന്ദുക്കൾ പലതുമുണ്ട്, പല പാർട്ടികളുണ്ട്, പല സംഘടനകളുണ്ട്. മുന്തിയ വർഗത്തിനും ജാതിക്കും താഴ്ന്ന ജാതിക്കുമൊക്കെ സംഘടനകളുണ്ട്. ഇവരാരും നമ്മൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ കക്ഷികളെ മതത്തിന്റെ തെളിവിലൂടെ എഴുന്നേറ്റുന്നത് മതത്തിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവർ പിഴച്ച പ്രധാനക്കാരൻ മുസ്ലിംകളെ കാപ്പാക്കുകയാണ്, അത് മുസ്ലിംകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കുതന്ത്രമാണ് എന്നും മുസ്ലിംകളുടെ ഹൃദയത്തിൽ പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും സംശയങ്ങൾ ഉണ്ടാക്കി യുക്തിവാദികളും ഈശ്വരവാദികളുമാക്കി മുസ്ലിംകളെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്നും
ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം വേദികളൊക്കെ നാം ഒരുക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ, കോറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈകുന്നേരമുഖം ഇന്നക്കുള്ള മുശ്രിക്കൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് മുജാഹിദിന്റെ സെൽസബിയിലെ ഒരു വാചകമാണ്. അപ്പൊ ഇത്തരം ആരവികളും അവരെ ഭയപ്പെടുന്ന ഒരു മുശ്രിക്കുകളാണ്. ഖുർആനിൽ 1985 ഡിസംബറിൽ ഒരു ആയത്തിൽ ഈ രൂപത്തിൽ സുന്നികൾ മുസ്ലിംകളാണ്, സുന്നി പണ്ഡിതന്മാർ മുസ്ലിംകളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിംകൾക്കിടയിൽ പെയ്യുന്നുണ്ടാക്കുക എന്നതാണ്. മറ്റൊന്ന്, മക്കയിൽ ജുമാ നടക്കുന്നു, മദീനയിൽ ജുമാ നടക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒറ്റ ബാങ്ക്. അപ്പൊ മക്കയിലും മദീനയിലും ഇന്നുവരെ 1400ഓളം കൊല്ലമായി നടക്കുന്ന ജുമാ തെറ്റായ ജുമായാണ്. മുസ്ലിം കേന്ദ്രത്തിൽ തന്നെ മതം നടപ്പായിട്ടില്ല, ഇസ്ലാം മതം നടപ്പായിട്ടില്ല. മുസ്ലിം കേന്ദ്രത്തിൽ തന്നെ ഇന്നുവരെ ഇമാമെന്ന എല്ലാ ഇമാമുകളും ബാങ്ക് കൊടുത്തവരും പേച്ചവരാണ്, അവിടുത്തെ എല്ലാ കക്ഷികളും പേച്ചവരാണ്. 1400 കൊല്ലമായിട്ടും ജുമാ ശരിയായിട്ടില്ല എന്ന വാദം. എല്ലാ ഭാഷക്കാരും മക്കയിലും മദീനയിലും ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒറ്റ ഭാഷയിലുള്ള ഖുത്ബയാണ്, ഒറ്റ ഭാഷയിലുള്ള നിസ്കാരമാണ്, ഒറ്റ ഭാഷയിലുള്ള ബാങ്കാണ്, ഒറ്റ ഭാഷയിലുള്ള ഇഖാമത്താണ്. അത് പറ്റില്ല. പിന്നെ എന്ത് വേണം? മുസ്ലിമീങ്ങൾ ഭാഷക്കനുസരിച്ച് ആരാധനാകർമ്മം മാറ്റണം. അങ്ങനെ പഞ്ചാബി ജുമാ, തമിഴൻ ജുമാ, തെലുങ്ക് ജുമാ, ഇംഗ്ലീഷ് ജുമാ, ചൈനീസ് ജുമാ, ഇങ്ങനെ ജുമാ ഭിന്നിപ്പിക്കണം. മറ്റൊരു ഭാഗത്ത് മക്കയിലും മദീനയിലും ഇന്നും കഴിഞ്ഞ റമദാനിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. തർക്കമില്ല. പരിശുദ്ധ റമദാനിൽ എല്ലാ മുസ്ലിമീങ്ങളും മനസ്സൊക്കെ നിയോജിച്ച് പള്ളിയിലെത്തുമ്പോൾ അവിടെയും ഒരു തർക്കം. നിസ്കാരം എത്ര റക്അത്ത് വേണം? ഒരു തർക്കം. അങ്ങനെ പള്ളിയിൽ തറാവീഹിനെ കുറിച്ചൊരു തർക്കം. പരസ്പരം അകന്നവരും ബന്ധപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അടുക്കും, മരിച്ച പുറയിൽ എല്ലാവരും എത്തും. അവിടെ ഒരു തർക്കം. എന്താണ്? മരിച്ച വീട്ടിൽ അൽമനാർ വായിച്ചാൽ കുഴപ്പമില്ല, ഇസ്ലാഹ് വായിച്ചാൽ കുഴപ്പമില്ല, പത്രം വായിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ ഏത് മാസിക വായിച്ചാലും കുഴപ്പമില്ല, പൈങ്കിളി വാരിക വായിച്ചാലും കുഴപ്പമില്ല, ഖുർആൻ ഓതിയാൽ നരകത്ത് കിടക്കും. മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയാൽ നരകത്തിൽ. മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങൾ എന്ത് സംസാരിച്ചാലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകത്ത് കിടക്കും. അബൂജഹലിന്റെ ഏജന്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ. നേരെ കുറച്ച് നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകത്ത് കിടക്കും. 1,00,000 രൂപ ഇനാമ് സഹാബത്ത് ബിരിയാണി വെച്ചത് കാണിച്ചു കൊടുക്കണം ഹദീസിൽ. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. എന്താണ്? സഹീഹുൽ ബുഖാരിയിൽ വ്യക്തമായി പറഞ്ഞതാണ്, സഹാബത്ത് ജുമാക്ക് 2 ബാങ്ക് കൊടുത്തു. ഫസബത്തൽ അംറു അലാ ദാലിക, തർക്കമില്ലാതെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. 100 കണക്കിന് ബദരീങ്ങളും മുഹദീങ്ങളും ഖന്തീങ്ങളും ഒക്കെ ഇസ്ലാമിന് വേണ്ടി ശരീരവും മനസ്സും മുഴുവനും, ശരീരവും സമ്പത്തും നാടും ഒക്കെ ബലിയർപ്പിച്ച 100 കണക്കിന് 1000 സഹാബികളെ മുന്നിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമാക്ക് 2 ബാങ്ക് നടപ്പാക്കിയ സംഗതി റിപ്പോർട്ട് ചെയ്തിട്ട് സഹീഹുൽ ബുഖാരിയിൽ ആ റിപ്പോർട്ടിൽ സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ വാചകമാണ് ഫസബത്തൽ അംറു അലാ ദാലിക. അങ്ങനെ ഒരു അപ്പോൾ അവിടെ സഹാബത്തിനെ അവർ പഴുന്നു, ഇവിടെ സഹാബത്തിന്റെ പ്രവൃത്തി തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് വിരോധാഭാസമാണ്. ഞാൻ അപ്പോൾ ചുറ്റി പറയുന്നില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, മുജാഹിദ് മൗലവിയുടെ മകളെ കല്യാണത്തിന് ബിരിയാണി വെച്ച് കൊടുത്തില്ലേ? മുജാഹിദ് മൗലവി പുതിയ വീടുണ്ടാക്കി താമസം ബിരിയാണി വെച്ച് കൊടുത്തില്ലേ? അങ്ങനെ സഹാബത്ത് ചെയ്തതായി ഹദീസിലുണ്ടോ? മകളെ കല്യാണത്തിന് ശ്രദ്ധിക്കുന്നപ്പോൾ ബിരിയാണി വെച്ച് കൊടുത്തു. റസൂലുള്ളാഹിയുടെ കല്യാണത്തിന് ബിരിയാണി വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന്റെ വികാസം എത്രയായിരുന്നു? അങ്ങനെ ഹദീസിലുണ്ടോ? പിന്നെ എന്തിനാണ് ഈ മകളെ കല്യാണത്തിന് മുജാഹിദ് മൗലവി ബിരിയാണി വെച്ച് കൊടുക്കുന്നത്? എന്തിനാണ് പുതിയ വീട്ടിൽ താമസം ബിരിയാണി വെച്ച് കൊടുക്കുന്നത്? അപ്പൊ അവിടെ ഒന്നും തെളിവ് വേണ്ട. കാരണം മകളോട് സ്നേഹമുണ്ട്.
പുതിയ വീട്ടിനോട് സ്നേഹിക്കാതെ ലഭ്യോടാണ്. വാസ്തവത്തിൽ അല്ലതീനെയും സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നത് സ്വന്തത്തിൽ കിടക്കുന്ന മുസ്തഖീങ്ങളാണെന്ന് അധ്യായത്തിൽ കാണാം. ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്ന അധ്യായം. ഈമാനുള്ള ആളുകൾ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ സന്തോഷപ്പെടും. അത് ചിലപ്പോൾ ബിരിയാണി തിന്നാറില്ല, പിന്നെ വീട്ടിലൊക്കെ ബിരിയാണി ഉള്ളവരും ഉണ്ടാവും. ബിരിയാണിക്ക് പകരം അരി കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ പത്തിക്കുണ്ടാകാം. വേറെ അരിയേക്കാൾ കേക്ക് കൊടുക്കുന്നതാണ് എന്നാൽ വലിയ ആഹാരം. നല്ല അഭിപ്രായമാണെന്ന് തോന്നും പെട്ടെന്ന് ജമാഅത്തിലാമിക്കാരൻ തന്നതാണ്. ഞാൻ പറയട്ടെ, അതിന് വിരോധമില്ലാതെ അത് ജമാഅത്തിലാമിക്കാരനില്ല. നിങ്ങളും അവരുടെ മകന്റെയും മകളുടെയും കല്യാണത്തിൽ നടപ്പാക്കണം. ആളുകൾ ബിരിയാണി കൊടുക്കുന്നതിന് പകരം മകന്റെ കല്യാണത്തിന് വന്നവർക്കോ 25 രൂപ 50 രൂപ അല്ലെങ്കിൽ ഒരു ലിറ്ററായി കല്യാണത്തിലൊക്കെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതവർക്കും അറിയാം. ലഭ്യോട് അത്ര വേണ്ടാത്തതാണ് വിജയം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നില്ല. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിംകൾക്കിടയിൽ സംശയങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതാണ് ഇവരുടെ പദ്ധതി. ആ പദ്ധതി എത്രത്തോളം ആയിരുന്നു ചോദിച്ചാൽ ഒറ്റ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് ഇത് കണ്ടു. ഇത് മുജാഹിദിന്റെ ഇസ്ലാമികവുമാണ്. സ്ത്രീ ചുമ്മാറ്റമായിട്ട് സംശയങ്ങളും മറുപടികളുമാണ്. എന്നിട്ട് നിങ്ങൾ നോക്കി ഇതിന്റെ പുറത്തുണ്ടാകുന്നത് കുറെ പെണ്ണുങ്ങന്മാരെ ഫോട്ടോ. ഇത് സിനിമയാണ്. ഈ സ്ത്രീകളെ ഫോട്ടോ പിടിച്ചിട്ട് ഇങ്ങനെ ഈ മാസികയുടെ പുറത്ത് ഈ പെണ്ണുങ്ങളെ മുഖവും കൈയൊക്കെ ഇങ്ങനെ കാണിക്കാൻ ഏത് ഇസ്ലാമാണ് ഇവർക്ക് അനുമതി കൊടുത്തത്? എന്നിട്ട് ഇതിൽ അവസാനം എന്താ ഉള്ളത്? അവസാനം ഉമർ മൗലവിന്റെ മാല. ഉമർ മൗലവി ജീവൻ പോയപ്പോ മുജാഹിദീങ്ങൾ കൂടിയിട്ടൊരു മാല ഉണ്ടാക്കി. ആ മാല നമ്മൾ മൊയ്ജിമാല ചൊല്ലിയാൽ കാഫർ, ഉമർ മൗലവിന്റെ മാല ചൊല്ലിയാൽ മുസ്ലിം. മാലയിൽ എന്താ ഉള്ളത്? നമ്മളെ മൊഹീദിമാലന്റെ തുടക്കം അള്ളാ തീരിപ്പേരും സ്തുതിയും സലവാത്തും. തുടക്കം തന്നെ അള്ളാഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ബാക്കിയുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അപ്പൊ മൊഹീദിമാല ചൊല്ലുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. കാരണം അതിന്റെ തുടക്കം തന്നെ അള്ളാഹാണ്. എന്നാൽ ഇത് അള്ളയൊന്നല്ല. ഇതിന്റെ തുടക്കം എങ്ങനെ? ഉമർ മൗലവിന്റെ ഫോട്ടോ ഉണ്ട്. ഫോട്ടം വെച്ചിട്ട് ആരാധിക്കലാണല്ലോ മറ്റു പല മതത്തിന്റെയും ആചാരം. അതിനെ മുജാഹിദ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഈ ഫോട്ടോവും വെച്ചിട്ട് ഉമർ മൗലവിന്റെ മാല സ്വർഗത്തിലേക്കു കൂതിച്ചോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവിന്റെ മാലയിൽ ആദ്യം തന്നെ പറയുന്ന സ്വർഗത്തിലേക്ക് കുതിച്ചു എന്ന ഉമർ മൗലവി. അങ്ങനെ അവിടെ എത്തിയ ഉടനെ മുജാഹിദിന്റെ ഓഫീസിലേക്ക് ഒരു ഫാക്സ്. സന്തോഷം തന്നെ, നിങ്ങൾ രണ്ടായി പിളർന്നതായി അറിയുന്നുണ്ടല്ലോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് മുജാഹിദികൾക്ക് ഒരു ഫാക്സ് ഉമർ മൗലവിന്റെ വകയിൽ. തുടക്കം തന്നെ അതാ സ്വർഗത്തിലേക്കു കൂതിച്ചോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. വാസ്തവത്തിൽ നമ്മളെ വേദന ഇവരിങ്ങനെ ആയിപ്പോയതിലുള്ള വേദനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ മാലയിൽ പിന്നെ പറയുന്നത് എന്താണ്? കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമർ മൗലവിനോട് പറയാൻ നിനക്കൊരു രണ്ടാമനില്ലാത്ത ദുഃഖം കേട്ടിട്ട് കേരളത്തിലെ മക്കളൊക്കെ കരയാണ്. ഭയങ്കര കച്ചൽ. എന്താ കാരണം എന്നറിയോ? ഉമർ മൗലവിനെ പോലെ ആയത്തിന് അർത്ഥം പറയുമ്പോ കക്കാൻ പറ്റുന്ന വേറൊറ്റ മൗലവി ഇല്ല എന്നുള്ളതാണ്. അത് ഞാൻ വെറുതെ പറയാനുള്ള സോദരത്ത് ഞാൻ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് കുറച്ച് ഫോട്ടോ കോപ്പി. ഉമർ മൗലവിന്റെ മാലയും ഉമർ മൗലവിന്റെ മൗലൂദും ഉണ്ട്. അത് അത്തൗഹീദ് മാസികയിൽ മുജാഹിദീങ്ങൾ പ്രത്യേകിച്ചാണ് അറബിയിലുള്ള മൗലൂദ്. അതും അതിന്റെ പുറത്ത് ഉമർ മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ കോപ്പി, അതിന്റെ നേരെ ചുവടെ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ കോപ്പി. ഉമർ മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ കോപ്പിയിൽ സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്തിന് അർത്ഥം പറയുമ്പോ വമാ നറാ മഅക്കും ശുഫാഅക്കും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക്കാ എന്ന ആയത്തിന് അർത്ഥം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല.
എന്നാൽ അതേ വാചകത്തിന് മുജാഹിദിന്റെ മറ്റേ മൗലവി അമാനി മൗലവി അർത്ഥം പറഞ്ഞതോ, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്നും നിങ്ങൾ ജൽപ്പിച്ചവരായ നിങ്ങളുടെ ആശുവാർത്തകന്മാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല. അപ്പോഴത്തെ 3 വരി അർത്ഥം കൂടുതലാണ് ഒരു അമാനി മൗലവി പറഞ്ഞു നോക്കുമ്പോ. മൗലവി പറഞ്ഞു നോക്കുമ്പോ ആകെ ഒരു അരവരിയിൽ അർത്ഥം അങ്ങോട്ട് ഒഴുകിപ്പോയി. എന്താ കാരണം? മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പടച്ചവന്റെ കൂറുകാരാണ് എന്നായിരുന്നു, പടച്ചവന്റെ പാർട്ട്ണർമാര്. ഈ പടച്ചവന്റെ പാർട്ട്ണർമാര് എന്ന നിലക്കാണ് മക്ക മുശ്രിക്കുകളുടെ അസനെയും ബുദ്ധനെയും ഒക്കെ വിളിച്ചിരുന്നത്. അതിനെ ഖുർആൻ ചോദ്യം ചെയ്തുകൊണ്ട് പറയാം, ഖിയാമത്ത് നാളിൽ അബൂജഹലും യുസുബത്തൊക്കെ വരുമ്പോ അള്ളാഹ് അവരോട് ചോദിക്കും, മാ നറാ മഅക്കും ശുഫാഅക്കും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക്കാ. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാന്റെ കൂറുകാരാണ്, പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ച, നിങ്ങൾ വാദിച്ച അവരെയൊന്നും ഇപ്പോ നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പടച്ചവന്റെ കൂറുകാരിൽ പെട്ട ആളെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് അവരോട് ചോദിക്കുന്നതാണ് ഖുർആൻ പറയും. അതേസമയത്ത് നമ്മൾ വിശ്വസിക്കുന്നതോ അല്ലാഹു ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു നിലക്കും ഒരു കൂറുകാരനും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. വഹ്ദഹു, അവൻ ഒരുവനാണ്. ലാ ശരീക ലഹു, അവന് ഒരു നിലക്കും ഒരു കൂറുകാരനും ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വസിക്കുന്ന നമ്മളെ പേരിൽ ഈ ആയത്തുകൾ കൊണ്ടുവന്ന് തലയിൽ വെച്ച് കെട്ടണമെങ്കിൽ അർത്ഥം കക്കണം. അതിനുവേണ്ടി ഉമർ മൗലവി എന്ത് ചെയ്തു? നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചവരായ നിങ്ങളുടെ എന്ന് അമാനി മൗലവി പറഞ്ഞ അർത്ഥം തീരെ മൗലവി കൊടുത്തില്ല. വെറും ശുപാർശകന്മാരെ കാണുന്നില്ല എന്ന് മാത്രം കൊടുത്തു. ഇങ്ങനെ ആയത്തിന് അർത്ഥം കട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വലിയ മൗലവിയാണ് ഉമർ മൗലവി. അതുകൊണ്ടാണ് മാലയിൽ പറഞ്ഞത്, കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഇതുപോലെ അർത്ഥം കാക്കാൻ പറ്റുന്ന ഒറ്റ മൗലവി ബാക്കിയില്ല. ഇതാണ് കരയുന്നു മുജാഹിദുകളൊക്കെ കരയാനുള്ള കാരണം. പിന്നെ ഈ മാലയിൽ പറയുന്ന ഒരു സംഗതി എന്താ ചോദിച്ചാൽ, പരശുരാമം വഴിവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊരു വിശ്വാസം. അത് ശരിയല്ല, കേരളം ഉമർ മൗലവി ഉണ്ടാക്കിയതാ. അതാണ് പിന്നെ മാലയിൽ പറയുന്നത്, പരശുരാമന്റേതു കഥയെങ്കില് ദക്ഷിണ, കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. മരിച്ച ഉമർ മൗലവിനെ വിളിച്ച ഗുരോ, അതിന്റെ അർത്ഥം ശൈഖേന. ഷെയ്ഖേത് വിളിക്കുന്നതിന്റെ നേരെ മലയാളാണ് ഗുരോ. വിളിച്ചിട്ട് പറഞ്ഞ പരശുരാമന്റേതു കഥയെങ്കില് ദക്ഷിണ, കേരളം നിന്റേതു മാത്രമല്ലേ ഗുരോ. എന്റെ ദക്ഷിണ കേരളം നിങ്ങളെ കേരളം ആയിക്കോട്ടെ, അത് ഉമർ മൗലവിന്റേത് മാത്ര. അബൂജഹൽ കൂടി ഇങ്ങനെ പറഞ്ഞില്ല. അബൂജഹൽ പറഞ്ഞ അള്ളാഹ്ക്ക് കൂറുണ്ട് കുറച്ചെങ്കിലും, അള്ളയും ഉണ്ട് കുറച്ച് ലാത്ത ദിവസമൊക്കെ കൂറുണ്ട്. ഇത് മറുപടിക്ക് മാത്രം പഠിച്ചോളും കൂറില്ല എന്നാണ് അബൂജഹലിന്റെയും ഓവർടേക്ക് ചെയ്യുന്ന മാല. ഇത് ഹിലാൽ മാസിക 2000 ഏപ്രിലിൽ. പിന്നെ അത്തൗഹീദിൽ ഉമർ മൗലവിന്റെ മൗലൂദ്, അതിന് ഗദ്യമുണ്ട് പദ്യമുണ്ട്. ഗദ്യം ഷേഖ് ഉമർ അഹ്മദ് മലൈബാരി ദാഇയത്തൻ കബീറൻ ഹയാത്തിയുടെ ഖിദ്മത്തി ദീൻ ആലിമൻ ജരിയൻ ജാഹദ ബിലിസാൻ വൽ ഖൽബി അൽ ഹഖ്ദൂന അൻ യഖാഫ ലൗമത ലാഇം. ഇത് ഹദീസാ, മൗലവി മൗലൂദിന്റെ ഹദീസ്. അതിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താണ്? മൗലവി ആരാണ്? കാനലി മദാറൻ വ മുഈനൻ വ മുസാഇദൻ ഫീ കുല്ലി ഹാലിൻ വ ആൻ. എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും എന്നെ സഹായിക്കുന്ന ആൾ ഉമർ മൗലവിയാണ് കൂടാ. എന്നിട്ടോ പിന്നെ മാലയാണ്, മൗലൂദാണ്. മൗലൂദ് പദ്യാണ്. പദ്യത്തിൽ പിന്നെ പറയേണ്ട കഥ അയ്യോ പറഞ്ഞാൽ നേരെ പുസ്തകം 3 പേജ് 33 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ പറയുന്നതോ അല്ലാഹു അംബതഹു നബാതൻ സാലിഹ മുതസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. മുഹമ്മദ് നബിയെ പോലെ ഒരു മോശക്കാരനല്ല ഉമർ മൗലവി. ഉമർ മൗലവി ജീവിതത്തിൽ ഒരു തെറ്റും വരാത്ത പരിശുദ്ധരാണ്. ഉമർ മൗലവിയോ അള്ളാഹ് കീഴ്പ്പെടാത്ത ആളാണ്. ഉമർ മൗലവി തന്നെ അസൽസബിയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് അസൽസബിയിൽ പുസ്തകം 3 പേജ് 33 പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി അള്ളാഹ് കീഴ്പ്പെടാത്ത ആളാണ്. അതേസമയത്ത് ഉമർ മൗലവിയോ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ, ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധൻ. പിന്നെ ഉമർ മൗലവിനെ പറ്റി പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു. ഇബ്രാഹിം നബിനെ പോലത്തെ ആളാണ് ഉമർ മൗലവി. പിന്നെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉമർ മൗലവിനെ സംബന്ധിച്ച് മരിച്ചു കിടക്കുന്ന നിലക്ക്, മറവ് ചെയ്യപ്പെട്ട നിലക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു.
അതേസമയത്ത് മുഹമ്മദ് നബി ഖബറിൽ ജീവിച്ചിരിക്കുന്നതിന് തെളിവില്ല എന്ന് മുജാഹിദിന്റെ സബാബ് പറയുന്നു. ഞാൻ ഇന്നലെ വായിച്ചിരുന്നു, ഇവിടെ അടുത്തൊരു സ്ഥലത്തുനിന്ന് എന്റെ പെട്ടിയിലുണ്ട്. അപ്പൊ നബി ഖബറിൽ ജീവിച്ചിരിപ്പില്ല, ഉമർ മൗലവി ജീവിച്ചിരിപ്പുണ്ട്. ഈ രൂപത്തിൽ അമ്പിയാക്കളെ പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി മൗലവിമാരെ പൂജിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാ പുതിയ പ്രസ്ഥാനങ്ങളും. പുത്തൻവാദികൾക്ക് ഒരു സുവർണാവസരം പാഴാക്കാതിരിക്കുക. ഏത് വലിയ SYS നാദാവർ തന്നെ അനുവർത്തിയുള്ള ഓഫീസ്, പിന്നെ മുജാഹിദുമില്ല ഓഫീസില്ല. അപ്പൊ ഇത്തരം കുതന്ത്രങ്ങൾ മുഖേന മുസ്ലിം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് അവരുടെ ഒരു പദ്ധതി. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ഉണ്ടാക്കാൻ മുജാഹിദ് ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി, സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയിട്ട് തീരൂ ഇല്ല അർത്ഥമൊക്കെ. ഇതിൽ പറയുന്നത് അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലത്തേക്ക് ഭൂമികൾ തീരുമാണ്. അള്ളാഹ് വലത്തേക്ക് വരട്ടെ, എന്നിട്ട് ആകാശം വലത്തേക്ക് കുറിച്ച് വലത്തേക്ക് പോകും. ഇനിയിപ്പോ അള്ളാഹ് ചെയ്യാൻ പോകുന്നത് കേട്ടോടെ ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് പിന്നീട് കഴിഞ്ഞ 8 മാസത്തിൽ ഒരു എത്തി അള്ളാഹു എവിടെ രണ്ടാമത് വ്യാപകമായി വരുന്നു കൊടുത്തതാണ്. അള്ളാഹു എവിടെ എന്ന രീതിയിൽ പറയുന്നത് അള്ളാഹു അർശിന്റെ മുകളിൽ ഒരു സിംഹാസനം വെച്ചു. സിംഹാസനത്തിന് മുകളിലാണെന്ന് ഇതേ ബുക്ക് തന്നെ ഉണ്ട്. സിംഹാസനം വെച്ചു, എന്നിട്ട് അതിന്റെ മുകളിൽ അള്ളാഹുത്തര കയറിയിരുന്നു മറ്റേ കൈ പിടിച്ച ആകാശം, അതിന്റെ മേലൊരു സിംഹാസനം വെച്ചിട്ട് അള്ളാഹ് അതിന്റെ മുകളിൽ ഇരുന്ന്. ഇനി അള്ളാഹ് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളെ കുറ്റങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാൻ ഒരു സത്യവിശ്വാസി തന്റെ റബ്ബ് ആകാശത്താണെന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കൂല. നമ്മളെ അള്ളാഹ് ആകാശത്താണെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ അവസാനം പറയാൻ എല്ലാ രാത്രിയും അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ എന്തായി? അള്ളാഹിന്റെ ബലത്തെ കയ്യിൽ അതോടെ ആകാശം പിടിച്ചു, 7 ആകാശം പിടിച്ചു. അതിന്റെ മുകളിൽ സിംഹാസനം വെച്ചിട്ട് അതിന്റെ മുകളിൽ അള്ള ഇരുന്ന്. ഇനി ആ ഇരുന്ന അള്ള എന്ത് ചെയ്യണോ? എല്ലാ രാത്രിയും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പൊ ഈ ആകാശത്തിന്റെ ഒരു ഓട്ട വെച്ചിട്ട് അള്ള ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പൂഴി അയക്കുന്നത് പോലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം. എല്ലാ രാത്രിയും ഇറങ്ങണമെങ്കിൽ നേർമ്പെടുക്കും അങ്ങോട്ട് തന്നെ കയറി വേണ്ടേ? അപ്പൊ അള്ള ഇങ്ങനെ കപ്പിയും വേണം പോലെ കളിക്കുന്ന ഒരു സാധനം. ഈ നിലയ്ക്ക് ഇത് പഠിപ്പിച്ചുകൊണ്ട് എന്തുണ്ടായി എന്നറിയോ? യുക്തിവാദികൾ ചോദിച്ചു, മുസ്ലിമീങ്ങളെ ഇവർക്കറിയോ മുജാഹിദും മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്താണ്? മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ് ആകാശത്തിൽ സിംഹാസനം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ യുക്തിവാദികൾ ചോദിക്കും, ഈ ആകാശം ആരാ ഉണ്ടാക്കിയത്? ആരായി സിംഹാസനം ഉണ്ടാക്കിയത്? അള്ളാഹ്. അള്ളാഹ് ഉണ്ടാക്കിയതിന്റെ മുകളിലാണ് ഇപ്പൊ അള്ളാഹ് എങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹ് എവിടെയായിരുന്നു? അതൊരു പഴയ പുരയില്, ഒരു പഴയ വീട്ടിൽ നിന്ന് അള്ളാഹ് മാറി താമസിച്ചതാണെന്നാണോ മറുപടി? ഈ രൂപത്തിൽ പടച്ചവനെ തന്നെ ചോദ്യം ചെയ്യാൻ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവസരമുണ്ടാക്കാൻ വേണ്ടി ഈ മതവിരോധികളായ മുജാഹിദും ജമാഅത്തും കടക്കാൻ വേണ്ടി അവസരം അനുവദിച്ചിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനും ബാത്തിലായതൊക്കെ മനസ്സിലാക്കി തള്ളാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹഖായ നിലക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു വേദിയായി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താൽക്കാലികമായി ഈ പ്രസംഗം ഇവിടെ നിർത്തി ചോദ്യോത്തരത്തിലേക്ക് കടക്കുന്നു എന്ന് ഇന്ന് സുന്നികൾ നടത്തി വരുന്ന അല്ലാഹ് അല്ലാത്ത സൃഷ്ടികളോട് സഹായാത്മകത നടത്തുന്ന ആ പ്രവണത തൗഹീദിന്റെ പരിധിയിൽപ്പെട്ടതാണ് എന്നതിന് നിർബന്ധ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ രേഖകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കണം. സുന്നികൾ സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നു, മുജാഹിദുകളും ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമികളും ചോദിക്കുന്നു. സൃഷ്ടികളോട് സഹായം ചോദിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് ലോകത്തില്ല. സുന്നികൾ മാത്രമല്ല സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നത്, എല്ലാവരും സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നുണ്ട്. സൃഷ്ടികളോട് സഹായം ചോദിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു സ്ഥലത്തും അല്ലാഹുവോ റസൂലോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദം ഒരു കക്ഷി ഉന്നയിച്ചാൽ ആ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ അവൻ മതത്തിന്റെ പേരിൽ ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയവരും അതിന്റെ പേരിൽ തന്നെ അവൻ കഴിച്ചുപോയവരുമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ബഹുമാനപ്പെട്ട
കരീമുമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളം ലഭിക്കാതെ അനുയായികൾ വളരെ പ്രയാസപ്പെട്ടു. അവർ മൂസ നബിയോട് വെള്ളത്തിന് തേടി പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസ നബിക്ക് നമ്മൾ വഴി അറിയിച്ചു. മൂസ നബിയുടെ അനുയായികൾ മൂസ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ എന്താണ് വഴിയറിയിച്ചത്? ഇത് ശിർക്കാണെന്നാണോ, ഇത് കറാഹത്താണെന്നാണോ, ഹറാമാണെന്നാണോ, കുഫറാണെന്നാണോ? അല്ല, മറിച്ച് ഹജർ, മൂസാ നബിയെ നിങ്ങളോടതാ അനുയായികൾ വെള്ളത്തിന് തേടുന്നു, നിങ്ങൾ അവർക്ക് വഴികൊണ്ട് പാറക്ക് അടിച്ച് വെള്ളം കൊടുക്കുക. പാറക്ക് വഴികൊണ്ട് അടിച്ചാൽ വെള്ളം കിട്ടുന്നില്ല എല്ലാവർക്കും അറിയാം. പിന്നെ പാറക്ക് അടിച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഴജിതത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുക എന്നാണ്. അതാണ് അനുവദിപ്പി ഹജർ, നിങ്ങളുടെ വഴി കൊണ്ട് പാറക്ക് അടിക്കുക. മൂസാ നബി അലൈഹിസ്സലാം പാറക്ക് അടിച്ചു. ഖുർആൻ പറയുന്നു, 12 പുഴകളത പാറയിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു, അവർക്ക് വെള്ളം ലഭിക്കുന്നു. അപ്പോൾ അമ്പിയാക്കൾ മഴജിതത്തും അവർക്ക് ലഭിക്കും, ഔലിയാക്കൾക്ക് കറാമത്ത് ലഭിക്കും എന്ന നിലയ്ക്ക് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നവരാണ് കൃഷികൾ. അതാണ് കൃഷികൾക്ക് ചോദ്യകർത്താവ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അമ്പിയാക്കൾക്കും മഴജിതത്തുണ്ടെന്നും ഔലിയാക്കൾ കറാമത്തുണ്ടാകുമെന്നും വിശ്വസിക്കുന്നവരാണ്. മഴജിതത്ത് മുഖേന വെള്ളം കിട്ടാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനോട് അനുയായികൾ ചോദിച്ചപ്പോൾ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാതെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മൂസാ നബി അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല മഴജിതത്ത് മുഖേന വെള്ളം കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ശിർക്കായിരുന്നുവെങ്കിൽ ഒരിക്കലും ഖുർആൻ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലായിരുന്നു. മറിച്ച് ആ സമയത്ത് മൂസാ നബി അത് എതിർത്തു, ഇത് ശിർക്കാണെന്ന് പറഞ്ഞു എന്നായിരുന്നു ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് മഴജിതത്ത് മുഖേന വെള്ളം കൊടുക്കാൻ ഓർഡർ ചെയ്തു, മൂസാ നബി അലൈഹിസ്സലാം വെള്ളം കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുപോലെ ഹദീസിന്റെ കിതാബുകൾ നമ്മൾ ചോദിച്ചു നോക്കിയാൽ തങ്ങളുടെ സഹാബികൾ അവർക്ക് വെള്ളം കിട്ടാത്ത സമയം വന്നപ്പോൾ ദാഹത്തിന്റെ കാഠിന്യത്താൽ നബിയോട് വേവലാതിപ്പെട്ടു. കയ്യിന്റെ ബദലിലൂടെ പുസ്തകം വെള്ളിയതായി നൽകി. ഇതിന്റെ സ്മരണയായിട്ടാണ് ഇന്നും മദീനയിലെ മദീന പള്ളിയുടെ ചുമരിലെ മേലെ കയ്യിന്റെ ബദലിലൂടെ കയ്യത്തിന് വെള്ളം കൊടുത്ത് സഹായം ചോദിക്കുന്ന പദ്യം ഇപ്പോഴും മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എത്തിവെച്ചത് നാം കാണുന്നത് സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെയും മറ്റ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും എല്ലാ മഹാന്മാരുടെയും കാലത്ത് ഈ മഹാന്മാരോട് സഹായം നൽകുകയും അവർ വെള്ളത്ത് മുഖേന മുഖേന സഹായം കൊടുക്കുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായതുകൊണ്ട് അത് തൗഹീദിനെതിരാണെന്ന് ഖുർആനിലോ ഹദീസിലോ ഒരാളും പറഞ്ഞിട്ടില്ല. അത് തൗഹീദിനെതിരാണെന്ന് പറയുന്നത് തൗഹീദ് എന്താണെന്ന് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൗഹീദിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് സംശയിച്ചിരിക്കും മുസ്ലിങ്ങളെ ലഭിക്കാനോ വേണ്ടി മാത്രമാണ്. അത് ജീവിച്ചിരിക്കുന്നവരോട് ചേർന്ന സഹായത്തെ സംബന്ധിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇന്ന് സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള സഹായാഭ്യർത്ഥനയെ സംബന്ധിച്ചാണ്. അത് മനസ്സിലാക്കാൻ മുസ്ലിയാർ സുന്നിക്കാരെന്നാണ് പറയാം. അതിനെ സംബന്ധിച്ച് ഖുർആനിൽ ആയതുകൊണ്ട് സമർപ്പിക്കണം. അത് ഞാൻ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, ചോദ്യകർത്താവ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ചോദ്യകർത്താവ് മനസ്സിലാക്കിയത് മുജാഹിദിന്റെ വാദം മരിച്ചവരോട് മാത്രം സഹായം ചോദിക്കരുത് എന്നാണ്. മുജാഹിദ് വാദം എന്ന ഒരു തെറ്റിദ്ധാരണ ഈ ചോദ്യകർത്താവിനെ ഏതോ മുജാഹിദ് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ആ വാദം അദ്ദേഹം മുജാഹിദ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു അബദ്ധമാണ്. ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുന്നില്ല, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകം, ആ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ
ഈ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ ഇസ്തിഗാസ, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള വാചകം ഞാൻ വായിച്ച് ശ്രദ്ധിക്കാം. 102-ാമത്തെ പേര് 43 പുതിയ അതെ പുസ്തകത്തിലാണ്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരമാർത്ഥമായിട്ടുള്ളതും ഉത്തമ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസമായി നിലവിലുണ്ടായിരുന്നതും ഇതാണ്. ഇങ്ങനെയാണ് മുജാഹിദ് പ്രസിദ്ധീകരിക്കുന്ന അള്ളാഹുവിന്റെ ഉത്തരത്തിലുള്ളത്. മരിച്ചതിന് ശേഷം എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണെന്നാണ്. ഈ വാദം ഖുർആനിലും ഹദീസിലും ഉള്ളതാണെന്നാണ്. അങ്ങനെ അള്ളാഹുവിനോട് ഖുർആനിലുമില്ല, മുഹമ്മദിനോട് ചെറിയ ഹദീസിലുമില്ല. പിന്നെ ഈ ഖുർആനും ഹദീസും മുജാഹിദിനുണ്ട്. അപ്പൊ നമ്മളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ മുജാഹിദ് മൗലവിമാർ ഉടനെ ചുവടൊന്ന് മാറ്റിയിട്ട് ഞങ്ങൾ മരിച്ചവരെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത് പറയുന്ന ഒരു പതിവുണ്ട്. അതവരുടെ തട്ടിപ്പാണ്. അവരുടെ പുസ്തകത്തിൽ അവർ വ്യക്തമായി എഴുതിയത് ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായകരമാണ് ശിർക്കാനില്ല. അതിനവർ കുറച്ച് മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നാണ്. പാറയ്ക്ക് വഴികൊണ്ട് അടിച്ചിട്ട് വെള്ളം കൊടുക്കുന്നത് മനുഷ്യ കഴിവല്ല, സാധാരണ മനുഷ്യന്റെ സാധാരണ കഴിവല്ല. പാറയ്ക്ക് വഴികൊണ്ട് അടിച്ച് വെള്ളം കൊടുക്കുന്നത് മനുഷ്യ കഴിവിനപ്പുറമാണ്. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കുന്നത് സാധാരണ മനുഷ്യന്റെ സാധാരണ കഴിവിനപ്പുറമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ഹദീസ് ആയത്തും ഹദീസും തെളിവ് പറയാൻ കാരണം. മുജാഹിദിന്റെ അടിസ്ഥാന വാദം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ മറുപടി പറഞ്ഞതുകൊണ്ടാണ് ഈ രണ്ട് ആയത്തും ഹദീസും ഞാൻ തെളിവ് പറഞ്ഞത്. അല്ലാതെ 100 കണക്കിന് ആയത്തും ഹദീസും പറയാനുള്ള കയ്യിൽ തെളിവുണ്ട്. ഇത് രണ്ടും ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം മുജാഹിദിന്റെ അടിസ്ഥാന ആശയം ഞാൻ പഠിച്ചതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കാതെയല്ല, ചോദ്യകർത്താവ് മനസ്സിലാക്കിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയവരോട് ചോദിച്ചാൽ അവർ സഹായിക്കും എന്നതിന് വ്യക്തമായിട്ട് ഉന്നതിരിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നവരോടുള്ളത് ഏതായാലും കുറച്ച് മുജാഹിദിന്റെ ഒരാശയം ഈ മുഖാമുഖത്തിലൂടെ നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അല്ലേ? രണ്ടാമത്തെ സത്യവും ഖുർആനിനെക്കുറിച്ചാണ് നമ്മൾ മറുപടി. ഒരു കാര്യം തീർന്നല്ല, നമ്മൾ ഈ അധ്വാനിച്ചിന് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം തീർന്നല്ലോ അല്ലേ? ജീവിച്ചിരിക്കുന്നതിന് സംശയമുണ്ടല്ലോ. മുജാഹിദിന്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞ ആശയം തെറ്റാണെന്ന് വരുമ്പോ എന്റെ സുഹൃത്തിന്റെ സംശയം തീർന്നില്ലേ? ഇല്ലേ? തീർന്നില്ലേ? അത് നിങ്ങൾ തീർന്നോ? അതിനാഴ്ച പിടിച്ചല്ലോ, അതിന് പിടിച്ചല്ലോ, അത് തീർന്നു നോക്കാൻ. നിങ്ങൾ 2 ദിവസം പറഞ്ഞ തീർന്നില്ല തീർന്നു പറഞ്ഞു. അതിന്റെ സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല. കാരണം മൂസാ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് അതുകൊണ്ട് മൂസാ നബി സഹായിച്ചു എന്നതിന് തെളിവാണ് പറഞ്ഞത്. പക്ഷെ അത് ഓരോ വ്യക്തിക്ക് അനുസൃതമായിട്ട് അല്ലാഹു തആല ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഭൗതികമായാലും അഭൗതികമായാലും അതിന് കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിക്കണം എന്ന നിലയിൽ സഹായം ചോദിച്ചു. മൂസാ നബി സഹായം കൊടുത്തു. അത് അല്ലാഹു അല്ലാത്തവനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതല്ല. ഇന്ന് സാധാരണ നടക്കുന്ന മരിച്ചവരോടൊക്കെ നടത്തുന്ന ആ വിളിച്ചു പ്രാർത്ഥനയുടെ പരിധിയിൽ അത് പെടുന്നില്ല. അതുകൊണ്ട് അത് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരിച്ചു പോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശദീകരിക്കണം. അതിന് വ്യക്തമായ തെളിവ് വല്ലതും ആദ്യം പറഞ്ഞ രണ്ടിലൊന്നാണ്. ഒന്നുകിൽ അത് തെളിവാകുന്ന കാരണം കൊണ്ടാണ്. അതിന് പറഞ്ഞ അമ്മ കൊടുക്കുന്ന കഴിവുണ്ടായതുകൊണ്ടാണ്. ലോകത്ത് ഒരു തുല്യം വിശ്വസിക്കുന്നില്ലോ അമ്മ കൊടുക്കുന്ന കഴിവുകൊണ്ടല്ലാതെ മരിച്ചവരോട് ജീവിക്കുന്നവർ ആരെങ്കിലും സഹായിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും തുല്യം വിശ്വസിക്കുന്നുണ്ടോ? 1ാം ക്ലാസ്സിൽ തന്നെ തുല്യം പഠിക്കുന്ന
ഹൈറും ചെറും രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നാണ്. അല്ലാതെ സൃഷ്ടിയിൽ നിന്ന് ഹൈറ് കിട്ടുമെന്നോ ചെറു കിട്ടുമെന്നോ സൃഷ്ടികൾ വിശ്വസിക്കുന്നില്ലല്ലോ. എല്ലാ ഹൈറും ചെറും അള്ളാഹുവിങ്കിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള വഴിയാണ് അമ്മ കൊടുക്കുന്നവരോട് ചോദിക്കാൻ. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, അമ്പിയാക്കൾക്ക് അമ്മ കൊടുക്കുന്നതിൽ നിന്ന് ചോദിച്ചു കിട്ടിയതാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ അമ്പിയാക്കൾക്ക് അമ്മ കൊടുക്കുന്നതിൽ നിന്ന് ചോദിച്ച് കിട്ടുന്നതിൽ തർക്കമില്ലല്ലോ. അത് ജീവിച്ചിരിക്കുന്ന ആളോട് അത് മറഞ്ഞവരെ മനുഷ്യകൾക്കിനപ്പുറം ഇപ്പുറം എന്ന ഈ മുജാഹിദിന്റെ മാനദണ്ഡം, ആ മാനദണ്ഡം വ്യക്തമാണ് എന്നത് ഈ ആയത്ത് വ്യക്തമായ തെളിവാണല്ലോ. ഹദീസും വ്യക്തമായ തെളിവാണല്ലോ. മനുഷ്യകൾക്കിനപ്പുറം ഇപ്പുറം ഇങ്ങനെയാണ് മുജാഹിദ് പറഞ്ഞ മാനദണ്ഡം. യാതൊരു മാനദണ്ഡം പറയുന്നത് എനിക്കറിയില്ല. മുജാഹിദിന്റെ സർവ്വപുസ്തകങ്ങളും പറയുന്ന മാനദണ്ഡം മനുഷ്യകൾക്കിനപ്പുറമുള്ളത് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്, അത് ശരിക്കാണ്. മനുഷ്യകൾവിന്റെ അധീനമായത് ചോദിച്ചാൽ പ്രാർത്ഥനയല്ല, ശരിക്കല്ലാണ്. അപ്പൊ ഇത് മനുഷ്യകൾവിനപ്പുറമാണല്ലോ. പാറക്കടിച്ച് വെള്ളം കൊടുക്കുക, അത് മനുഷ്യകഴിവാണോ? ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ സാധാരണ കഴിവല്ല. അപ്പൊ സാധാരണ മനുഷ്യന്റെ സാധാരണ കഴിവിന് അപ്പുറമുള്ള നിലക്ക് സഹായം ചോദിച്ചു, സഹായം കൊടുത്തു. കയ്യിന്റെ ബസ്സിലൂടെ വെള്ളം കൊടുത്തു. മൂസാനോട് വെള്ളത്തിന് വെച്ച് ജലസേന വകുപ്പിന്റെ മന്ത്രിയായതുകൊണ്ടല്ല. മൂസാനോട് വെള്ളത്തിന് ചോദിച്ചത് മൂസാനിൽ കുഴൽക്കടൽ ലേഖനായതുകൊണ്ടല്ല. നബിയോട് വെള്ളത്തിന് ചോദിച്ചത് നബി കടവൊഴിക്കുന്ന ആളായതുകൊണ്ടല്ല. മറിച്ച് നബിക്കുമായി ചെയ്തിട്ടുണ്ട്, റാമത്തുണ്ട് എന്ന നിലക്കാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ നിലക്ക് തന്നെ വെള്ളം കൊടുക്കുകയും ചെയ്തു. നബിയും കൊടുത്തു, മൂസാനും കൊടുത്തു. ഇത് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ മനുഷ്യകഴിവിനപ്പുറമുള്ള നിലക്ക് സഹായിക്കുമെന്ന നിലക്ക് ചോദിച്ചാൽ അത് ശിർക്കാകുന്നു എന്ന മുജാഹിദിന്റെ അടിസ്ഥാനവാദം പിഴച്ചതാണ് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മളിവിടെ തെളിയിക്കും. ഇനി നമ്മുടെ സുഹൃത്തുക്കളുടെ സംശയമുള്ളത് മരിച്ചതിന് ശേഷമുള്ളതേ ഉള്ളൂ. മരിച്ചതിന് ശേഷമുള്ളതിനെ സംബന്ധിച്ചാണ് അയാളെ സംശയം. അല്ലെ, അങ്ങനെയല്ലേ നമുക്കൊക്കെ ബോധ്യപ്പെട്ടു? എത്രയല്ലേ സംശയമുള്ളൂ? ഇനി നമുക്ക് അതിലേക്ക് നടക്കാം, മരിച്ചതിന് ശേഷത്തിലേക്ക് കടക്കാം. ഞാൻ ഓരോന്നോരോന്നായി നമ്മുടെ സംശയ നിവാരണത്തിനാണ് പരിപാടി. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഹാർട്ടിന് അതുകൊണ്ടാകുമ്പോൾ അതൊന്ന് ഓപ്പറേഷൻ ചെയ്യാത്തതിന് ശേഷം കാല് കൊത്തി പൊട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ശരിയാക്കാം. അങ്ങനെയാണ് ഒരു ചികിത്സ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഹാർട്ടിന്റെ രോഗമുള്ള സമയത്ത് കാലിന്റെ പൊട്ടി ആലോചിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റർക്ക് ശരിയാക്കാത്തതേ ഉള്ളൂ. അപ്പൊ അടിസ്ഥാനപരമായി മുജാഹിദിന്റെ ഈ ആശയം വ്യക്തമാണ് എന്നത് ഖുർആൻ കൊണ്ടും ഹദീസുകൊണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം മരിച്ചാലുള്ള വിഷയം, അതാണ് എനിക്ക് പറയാൻ പോകുന്നത്. അത് നമ്മൾക്കൊരാൾ നിർബന്ധിച്ച് നമ്മൾക്ക് സത്യം വെളിവായാൽ മതി, നിർബന്ധിക്കണ്ട അതിനെ. അപ്പൊ അപ്പൂജല്ലോ യുവത്തിലൊക്കെ അവാസന ചെയ്തു. മുഹമ്മദിന് തങ്ങൾ കേൾവിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞത്. അപ്പൊ ഹക്ക് വിശ്വസിക്കാനുള്ള നല്ല മനസ്സുള്ളവരെന്തായി ഇങ്ങനെ ഖുർആൻ കൊണ്ട് കൊടുത്തപ്പോ അവരൊക്കെ ഖുർആൻ വിശ്വസിച്ച് മുസ്ലിമായി. അപ്പൂജോട് നിർബന്ധം ചെയ്യുന്നു. എത്ര ഖുർആൻ പറഞ്ഞു അവർ നന്നായില്ല, അത് നന്നാക്കാൻ സാധിക്കുന്നു. അപ്പൊ നമുക്കത് ഉത്തരവാദിത്തില്ല. നമുക്ക് പറഞ്ഞൊരു മാത്രമേ ഉത്തരവാദിത്തം. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് ദീനിൽ നിർബന്ധിക്കാതില്ല. അപ്പോൾ അപ്പൂജൊന്നും നിർബന്ധിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ ഇവരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഖുർആൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ എന്തിനാ അവർക്ക് നല്ലത്? ഇല്ലെങ്കിൽ അപ്പൂജൊക്കെ വന്ന് പറയാൻ പറഞ്ഞ. അപ്പൊ അതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരാളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിനും വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. രണ്ടാമത്തത് ഇനിയിപ്പോ മരണത്തിന് ശേഷമുള്ളതിനെ സംബന്ധിച്ചാണ് കാര്യമായി. ആദ്യം ഈ ചോദ്യകർത്താവ് മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതായത് എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കാനാണോ അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയാനാണോ? അത് ഞാനങ്ങനെ പറയാൻ കാരണം മുജാഹിദിന്റെ നേരത്തെ ഇപ്പൊ വായിച്ച പുസ്തകത്തിൽ തന്നെ മുജാഹിദീങ്ങൾ പറയുന്ന മരണത്തിനൊരു പുതിയ ഒരർത്ഥാണ്. നമ്മുടെ സാധാരണ മനുഷ്യന്മാർ പറയുന്ന അർത്ഥമല്ല മുജാഹിദീങ്ങൾ പറയുന്നത്. മുജാഹിദീങ്ങൾ മരണത്തിന് പറയുന്നത് എന്താണ്? മുജാഹിദീങ്ങൾ മരണത്തിന് പറയുന്ന ഇതിങ്ങനെയാണ് കേട്ടോടെ. ജീവിതാവസ്ഥയിലുണ്ടായിരുന്ന കഴിവുകൾ നഷ്ടപ്പെടുന്നതിനാണ് മരണം എന്ന് പറഞ്ഞത്. ജീവിതാവസ്ഥയിലുണ്ടായിരുന്ന കഴിവുകൾ നഷ്ടപ്പെടുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ബോധം വെച്ച് വീണാലും എന്തായി? ബോധരഹിതനായി വീണാലും എന്തായി? മരണമായി. കാരണം അപ്പൊ പിന്നെ ജീവിതാവസ്ഥയിൽ ഉണ്ടായിരുന്ന കഴിവുണ്ടാവില്ലല്ലോ. ബോധക്കെട്ട് വീണാൽ പ്രസവിച്ചു, ബോധക്കെട്ട് വീണാൽ ബസ് കയറും. അപ്പൊ ഇവര് പറഞ്ഞനുസരിച്ച് ബോധക്കെട്ട് വീണാലും മരണമായി. മുജാഹിദിന്റെ പുതിയ മതം. എന്നിട്ട് അതിന്റെ ശേഷം പറയാൻ ബോധം, ജ്ഞാനം, ചലനം, കാഴ്ച, കേൾവി, കഴിവ് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥക്കാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് മരണം എന്ന് പറയുന്നത്
കൊണ്ടുപോയി മുണ്ടറിലേക്ക് വന്നിട്ട് മാർപ്പാപ്പുക. പിന്നെ ചോദിച്ചു ഒമാ തീരുക. കാരണം മരിച്ചാ പിന്നെ കേൾക്കൂലോ, മരിച്ചാ കാണൂലോ. അപ്പോഴാ ഞാൻ ഇതിനെ അടിച്ചിട്ടുണ്ട്. അപ്പോഴാ ഈ ബോധം കിട്ടിയ ഏത് ഈ മരിച്ചപ്പോ ബോധം പോയിരുന്നില്ലേ, ആ ബോധം അപ്പോഴാ. എന്നാൽ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയല്ല. മുസ്ലിമീങ്ങളുടെ നേതാവ് മുജാഹിദ് മൗലവിയല്ല, മുസ്ലിമീങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തെ കുറിച്ച് എന്ത് പറയുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്നതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആധാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ബന്ധം പറഞ്ഞതാണെന്നൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാനൊരു ചാൻസ് ഉണ്ടാകുന്നത് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ മുഹമ്മദ് നബിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവരെഴുതിയത് നോക്കി വായിച്ചാൽ പിന്നെ എനിക്ക് കംപ്ലൈന്റ് ഇല്ലല്ലോ. ഇത് മുജാഹിദിന്റെ അൽമനാറ് 1987 ഒക്ടോബർ വില 1.75. ഈ അൽമനാറിൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മരിച്ച ആള് കേൾക്കുമോ കേൾക്കില്ലേ, മരിച്ചാ പിന്നെ ഒക്കെ കഴിഞ്ഞു എന്നാണല്ലോ അബൂജഹൽ പറഞ്ഞു. അതിനപ്പോ മുജാഹിദ് പറഞ്ഞു. അപ്പോ അതിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ അൽമനാറ് ഹദീസ് ഉദ്ധരിക്കുന്നു. أنس بن مالك رضي الله عنه قال قال النبي صلى الله عليه وسلم إن العبد إذا ولي في قبره وتولى عنه أصحابه إنه ليسمع قرآن عليهم എന്ന് പറഞ്ഞ് നീണ്ട ഹദീസ് ഉദ്ധരിച്ച് മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞ അറബിയിൽ ഹദീസ് അങ്ങനെ തന്നെ ബുഖാരി മുസ്ലിം റിപ്പോർട്ടിൽ ഹദീസ്. ഇതിന്റെ അർത്ഥം പറഞ്ഞത് മാത്രമേ ഞാൻ വായിക്കേണ്ട ആവശ്യമുള്ളൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരടിമ ഖബറിൽ വെക്കപ്പെടുകയും അവന്റെ ആളുകൾ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. അവരുടെ ചെരുപ്പിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു എന്ന് റസൂൽ പറയും. മുജാഹിദിന്റെ സെന്റർ നിർത്തിയിട്ട് ബുക്ക് പറയുന്നത് മരിച്ചാൽ പിന്നെ കേൾവിണ്ടാവില്ല. റസൂൽ പറയുന്നത് മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം വരെ കേൾക്കും. ഇത് പറയുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കാൻ പറ്റിയ ഒന്നും കൂടി പറയാം. ഒരു കാറിൽ കയറിയിട്ട് ഗ്ലാസ് കയറ്റിയിട്ട് പിടിച്ചാൽ പുറത്തുള്ളവർ കേൾക്കൂല. കാരണം വായു കടക്കാത്ത സ്ഥലത്ത് കേൾവി അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് എത്തിച്ചേരൂല. വായു മാധ്യമമായിട്ട് എത്തിച്ചേരുള്ളൂ. അല്ലെങ്കിൽ വയറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ വേണം. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, കബറിൽ കിടക്കുന്ന ആളും ജീവിച്ചിരിക്കുന്ന ആളുടെ ചെരുപ്പും ഇതിനിടയ്ക്ക് വല്ല വയറും ഉണ്ടോ? ഇല്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ദ്വാരമുണ്ടോ? ഇല്ല. ദ്വാരം ഉണ്ടെങ്കിൽ പിന്നെ 2 ദിവസം ഞാൻ ആറിൽ കടക്കാൻ കഴിയൂല. അപ്പൊ കബറിൽ നിന്ന് വായു കടക്കാൻ, കബറിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും വായു കടക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. ശാസ്ത്രീയമായ ഒരു സംവിധാനവും അതും ഇല്ല. ഈ നിലയ്ക്ക് കബറിൽ വെക്കപ്പെട്ട വ്യക്തി ജീവിച്ചിരിക്കുന്നവന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന്